നിങ്ങളൊരു ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. കൃത്യമായിട്ട് എങ്ങനെ ഒരു ബാങ്ക് എക്സാം നേടിയെടുക്കാം, അതിനുവേണ്ടി നമ്മൾ എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റോഡ് മാപ്പ് ആണ് ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ബാങ്ക് പരീക്ഷകൾ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി IBPS POയുടെ നോട്ടിഫിക്കേഷൻസ് വരാണ്. ഈ വർഷത്തെ പ്രത്യേകത ആദ്യം PO പരീക്ഷകളും പിന്നീട് ക്ലറിക്കൽ പരീക്ഷകളും വരുന്ന രീതിയിലാണ് ഈ വർഷത്തെ ടൈം ടേബിൾ. കൂടാതെ RBI അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലെ പരീക്ഷകളൊക്കെ ആയിട്ട് ബാങ്ക് എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കിടിലം ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ചാകരയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ എക്സാം നേടിയെടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഇതിപ്പോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇത് ഈ വർഷത്തെ ടൈം ടേബിൾ ആണ് കേട്ടോ, ബാങ്ക് എക്സാമിന്റെ ടൈം ടേബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം, ഈ എക്സാമിന് രണ്ട് ഫേസുകളുണ്ട്. ഒരു പ്രിലിംസ് പരീക്ഷയുമുണ്ട്, ഒരു മെയിൻസ് എക്സാമും ഉണ്ട്. എന്താണ് പ്രിലിംസ് പരീക്ഷ? ഞാൻ അതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാം പ്രിലിംസ് എക്സാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ബേസ് ലെവൽ ടെസ്റ്റിംഗ് ആണ്. ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ എന്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ, മെയിൻസ് പരീക്ഷയിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ പ്രിലിംസിലും മെയിൻസിലും രണ്ട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന 3 സബ്ജക്റ്റുകൾ തന്നെയാണ് പ്രിലിംസിലും മെയിൻസിലും പഠിക്കേണ്ടത്. മെയിൻസ് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയർ, മെയിൻലി അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും മെയിൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാങ്ക് എക്സാമിന് 3 സബ്ജക്റ്റിൽ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം, ഒരേപോലെ മിടുക്കരായിരിക്കണം. ഏതൊക്കെയാ? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. അപ്പൊ ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാവുന്ന ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. എന്താ കാര്യം? കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താണ് സാർ ബാങ്ക് എക്സാംസിന് ചിലപ്പോൾ വർക്ക് പ്രഷർ അല്ലേ, മറ്റു കാര്യങ്ങളല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നമുക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും യങ്ങർ ഏജിൽ തന്നെ നല്ലൊരു ജോലി, ചില പലർക്കും നാട്ടിൽ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും മികച്ച അവസരമാണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് എക്സാമുകളിലൂടെ കിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. അതുപോലെ യങ്ങർ ഏജ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന് കൂടുതലും എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് ആണ് 30. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? എനി ഡിഗ്രിയാ, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. കാരണം നമ്മുടെ എക്സാമിന് എന്താണ് ചോദിക്കുന്നത്? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. നിങ്ങൾ ബിടെക്കാരായിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രി BSc മാത്സ് പഠിച്ചവരായിക്കോട്ടെ, BA ഇംഗ്ലീഷ് പഠിച്ചവരായിക്കോട്ടെ, BCom പഠിച്ചവരായിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ വേണ്ടത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു എബിലിറ്റി. അതിന്റെ ബേസ് മുതൽ ഉള്ള നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് പ്രിലിമിനറി ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ സ്ക്രീനിങ് ആണ്. ഇനിഷ്യൽ സ്ക്രീനിങ് നമ്മുടെ കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് നമ്മളെ എന്ത് ചെയ്യുന്നു, ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നു. ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് വെച്ചുകൊണ്ടുള്ള ഒരു 100 മാർക്സിന്റെ എന്ത് ചെയ്യുന്നു, പരീക്ഷ 1 അവർ നടത്തുന്നു. ഈ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് മെയിൻസ് പരീക്ഷ വരുന്നത്. മെയിൻസ് പരീക്ഷ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് അല്ലാതെ എന്തുകൂടി വരും, ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സ് കൂടി പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യണം, പഠിക്കണം. കൂടാതെ എന്തുണ്ട്, മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ എന്താണ് വരുന്നത്, നമുക്ക് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ കോൺഫിഡൻസ് ചെക്ക് ചെയ്യുകയും കൂടാതെ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ഫേസ്. അപ്പൊ 2 ഫേസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇപ്പോൾ വലിയ GK ഒന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സബ്ജക്റ്റുകളൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും മികച്ച കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ട്, 2 ഫേസ് പരീക്ഷകൾ, പ്രിലിംസ് ആൻഡ് മെയിൻസ്. കത്തിയല്ലോ? ഓക്കെ, അപ്പോ പുതുതായിട്ട് കേൾക്കുന്നവർ കാണുമല്ലോ ഇതിനകത്ത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഏതൊക്കെയാ സബ്ജക്റ്റ് മക്കളെ. 3 സബ്ജക്റ്റ് ഏതാണ്? റീസണിങ് എബിലിറ്റി 35 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് 35 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്. ഇതില് റീസണിങ് എബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന 35 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കില്ല് ചെക്ക് ചെയ്യുന്ന 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന
30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ചേരുന്ന 100 മാർക്കിന്റെയാണ് പരീക്ഷ. ഇനി കാൻഡിഡേറ്റിന് 20 മിനിറ്റ് ടൈം സ്ലോട്ട് ഉണ്ട്. ഒരു സെക്ഷന് 20 മിനിറ്റ് സമയമാണുള്ളത്. 0.25 ആണ് എന്തുള്ളത്, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഒരു പ്രിലിമിനറി എക്സാം എന്ന് വെച്ചാൽ 60 മിനിറ്റ് വരുന്ന ഒരു 1 അവർ വരുന്ന പരീക്ഷയാണ്. അപ്പൊ ടൈം സ്ലോട്ട് വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഈ പ്രിലിംസ് നിങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതില്ലെങ്കിൽ അതിന്റെ കട്ട് ഓഫ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എവിടോട്ട് പോകും, മെയിൻസ് പരീക്ഷയിലേക്ക് പോകും. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും പഠിക്കേണ്ട ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, മനസ്സിലാക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തരാം. ഇനി എന്താ നോക്കേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സാർ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ് ലെവൽ മാത്തമാറ്റിക്സ് 10ാം ക്ലാസ് വരെ വരുന്ന മാത്തമാറ്റിക്സ് സിംപ്ലിഫിക്കേഷൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അരിത്തമെറ്റിക് ടോപ്പിക്കുകൾ ഞാനൊന്ന് പറയാം. ആവറേജ്, പെർസെൻറ്റേജ്, ഓക്കെ ക്ലിയർ, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലെയുള്ള ടോപ്പിക്കുകളാണ് എവിടെ വരുന്നത്, അത് ഇങ്ങനെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. അത് കൂടാതെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതായത് നമ്മുടെ ചാർട്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ എന്തിൽ നിന്ന് വരും, മാത്സിൽ നിന്ന് വരും. ഓക്കെ, മാത്സിന്റെ ടോപ്പിക് ക്ലിയർ ആണ്. പിന്നുള്ളത് റീസണിങ്. റീസണിങ് എന്ന് പറയുമ്പോൾ കണ്ടോ, ആണ്ടെ ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ബ്രെയിനിന് വർക്കുള്ള പരിപാടിയാണ് റീസണിങ് എന്ന് പറയുന്നത്. എന്താണ് വരുന്നത്, ആണ്ടെ ലീനിയർ ആൻഡ് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പസിൽ സിലോജിസവുമായിട്ട് പസിൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പസിലൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടല്ലോ. ഇൻഇക്വാളിറ്റീസ്, കോഡിംഗ് ഡീകോഡിംഗ് പോലെയുള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മെന്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ നിന്ന് വരുന്നത്, റീസണിങ്ങിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ടോപ്പിക് തന്നെ എന്താണ്, ഒന്ന് മാത്തമാറ്റിക്കൽ സ്കില്ല് ചെക്ക് ചെയ്യുമ്പോൾ 2 നമ്മുടെ ലോജിക്കൽ സ്കില്ല് ചെക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ സബ്ജക്റ്റ് ആയ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിലെ ഗ്രാമറും വൊക്കാബുലറിക്കുമാണ് പ്രാധാന്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിംഗ് കോംപ്രഹെൻഷൻ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഗ്രാമറിൽ എറർ കറക്ഷൻ ചെയ്യുന്നു, ക്ലോസ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വൊക്കാബുലറി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, ഇംഗ്ലീഷിനകത്ത് വരുന്നത്. ഇപ്പൊ 3 സബ്ജക്റ്റ് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഏത് എക്സാമിന്? ബാങ്ക് എക്സാമിന്. ഒരു വർഷം മാക്സിമം പ്രിപ്പയർ ചെയ്താൽ മതി. ഇത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ PSC ഒക്കെ പഠിക്കുന്നവർ വർഷങ്ങളോളം പഠിച്ചുകൊണ്ടിരിക്കുക, അത് വേണ്ടത്. നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, ടാലന്റഡ് ആണെങ്കിൽ 1 ഇയർ, ഒറ്റ വർഷത്തിനകത്ത് നിങ്ങൾക്ക് എന്തിനു കയറാൻ പറ്റും, ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷെ നിങ്ങൾ പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ചില ആളുകൾ ഒരു ഐഡിയയും ഇല്ലാതെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ അവർക്ക് ഇങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകും. എന്താണ് അതിന്റെ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ ബ്ലൂ പ്രിന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. 3 ഫേസുകളാണ് ഇതിനുള്ളത്. എന്താണ് ഫസ്റ്റ് ഫേസ്? ഫേസ് 1 എന്ന് വെച്ചാൽ ആദ്യം ബേസിക് പഠിക്കുക. അങ്ങനെ അല്ലേടെ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും നമ്മൾ ആദ്യം ബേസിക് ടോപ്പിക്കുകൾ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ഈ 3 ടോപ്പിക്കുകളുടെ സിലബസ് കൃത്യമായിട്ട് കവറപ്പ് ചെയ്യുക. ഇപ്പൊ ദിശ അക്കാഡമി ബാങ്കിന്റെ ഓഫ്ലൈൻ ബാച്ചിൽ ചെയ്യുന്നത് ഫസ്റ്റ് 3 to 4 മന്ത്സിനകത്ത് സിലബസ് കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ടോപ്പിക് ഏതൊക്കെയാണെന്നും അതിലെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് ആക്യുറസി ഡ്രിൽസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫേസ് നമ്മളിപ്പോൾ ബേസിക് കോൺസെപ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പൊ പസിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനകത്ത് മാക്സിമം ആക്യുറസിയിൽ മാക്സിമം ടൈം കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. കാരണം ടൈം സ്ലോട്ട് ഉണ്ട്, അപ്പൊ ടൈമിങ് വളരെ പ്രാധാന്യമുണ്ട്. ആക്യുറസിക്ക്, കാരണം സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ തെറ്റിപ്പോകാതെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഫേസ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആക്യുറസിയും നമ്മുടെ ടൈം സ്ലോട്ടിന് വേണ്ടിയിട്ടും നമ്മൾ എടുക്കുന്ന ഒരു ഫേസ് ആണ് രണ്ടാമത്തെ ഫേസ്. ദെൻ മൂന്നാമത്തെ ഫേസ് എന്ന് വെച്ചാൽ ഹൈ ഫുൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ഒരു റെഗുലർ എക്സാംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ ആ റിയൽ പ്രഷർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ചുമ്മാ തമാശയായിട്ടൊന്നും ചെയ്താൽ പോരാ, ആ ഒരു പ്രഷർ മനസ്സിലാക്കി റിയൽ എക്സാം എഴുതുന്ന അതേ പ്രഷറിൽ തന്നെ ഇരുന്ന് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ 3 ഫേസുകളാണ് നമ്മൾ എക്സാമിന് പോകുന്നതിനൊപ്പം എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിട്ട് പോകേണ്ടത്. പിന്നെ നമ്മൾ റിയൽ എക്സാംസ് എഴുതുമ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് കൂടി കിട്ടും. അപ്പൊ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ആളുകൾ കടന്നു പോകേണ്ട 3 ഫേസുകൾ, പ്രിപ്പറേഷനിൽ വരുന്ന 3 ഫേസുകൾ, ദിശ അക്കാഡമി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യം 3 ഫേസുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എന്നാ ഞാൻ നിങ്ങളോട് പറയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്.
കൺസിസ്റ്റൻസി ആൻഡ് ഹാബിറ്റ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പറയും, നിങ്ങൾ ഒരു 5 ദിവസം ഷുഗർ കട്ട് ചെയ്ത് നോക്ക്, നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ വ്യത്യാസം വരും. നിങ്ങൾ അത് 1 മാസത്തേക്ക് കട്ട് ചെയ്ത് നോക്ക്, അതിനനുസരിച്ച് നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് കണ്ടിന്യൂസും കൺസിസ്റ്റന്റ് ആയിട്ടും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും. അപ്പൊ നമ്മൾ പ്രിപ്പറേഷനിലും എടുക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രക്ചേർഡ് കൺസിസ്റ്റൻസിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം കുറച്ച് സമയം പഠിച്ചു, എല്ലാ ദിവസവും റെഗുലറായിട്ട് മാത്സ് ചെയ്തില്ല, എല്ലാ ദിവസവും റെഗുലറായിട്ട് റീസണിങ് ചെയ്ത് നോക്കുന്നില്ല, എല്ലാ ദിവസവും റെഗുലറായിട്ട് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നില്ല, പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരം എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ മക്കളെ? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് തിങ്, നമ്മൾ ഈ 3 ഫേസുകളിലൂടെ കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ കൺസിസ്റ്റൻസിയും കണ്ടിന്യൂസ് ആയിട്ടും പഠിച്ച് അത് നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റാനായിട്ട് കൂടി ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധി വിദ്യാർത്ഥികളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ പഠിക്കണം. കാരണം നമ്മൾ എന്താണ് ഞാനിത് പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഓരോ വർഷവും വരുന്ന കട്ട് ഓഫ് മാർക്കിന്റെ ഇൻക്രീസ് ആണ്. ഓരോ വർഷവും ഇങ്ങനെ കൂടി പോവാ. എന്താ കാര്യം? നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വന്നുകൊണ്ടേയിരിക്കുക. മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഓരോ വർഷം ഔട്ടായി അവർ വന്ന് ഡയറക്റ്റ് പ്രിപ്പയർ ചെയ്ത് എക്സാമുകൾക്ക് അങ്ങ് പോവുകയാണ്. അപ്പൊ എന്നാ പ്രത്യേകത? അപ്പൊ കട്ട് ഓഫ് മാർക്ക് കൂടും, കോമ്പറ്റീഷൻ കൂടുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ പറ്റത്തില്ല? സിംപിളി പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയിരുന്നാൽ നമുക്ക് പറ്റിയ പരീക്ഷയല്ല ബാങ്കിങ് എക്സാംസ് എന്ന് പറഞ്ഞാൽ. ഹൈ എനർജിയോടുകൂടി നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും വർക്ക് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിനിറങ്ങാൻ സാധിക്കും? ബാങ്ക് എക്സാമിന് ഇറങ്ങാനായിട്ട് സാധിക്കും. മക്കളെ, അതിനെനിക്ക് ഇത് തന്നെ നിങ്ങളോട് പറയാനുള്ളൂ. എന്താണ്? ഡു നോട്ട് കൗണ്ട് ദ ഹവേഴ്സ് യു സ്റ്റഡി. ശരിയല്ലേ? ചില ആളുകൾ സമയം നോക്കി പഠിക്കും. സമയം നോക്കി പഠിക്കുകയാണെങ്കിൽ ഞാൻ അരമണിക്കൂർ പഠിച്ചു, ഇനി 1 മണിക്കൂർ ഫോൺ കാണാം. എടാ, ഈ 1 വർഷം ഫോണൊക്കെ ഇങ്ങോട്ട് കുറച്ച് വെച്ച് ഞാൻ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യും. ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ച്, വൊക്കാബുലറി എഴുതി, കറണ്ട് അഫയേഴ്സ് എഴുതി, എല്ലാ ദിവസവും മാത്സ് പ്രാക്ടീസ് ചെയ്ത്, റീസണിങ് പ്രാക്ടീസ് ചെയ്ത്, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ എല്ലാ ദിവസവും പോകും. ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യും, ഫേസ് 2-ൽ ഞാൻ ആക്യുറസി ബിൽഡപ്പ് ചെയ്യും, ഫേസ് 3-ൽ ഞാൻ എന്ത് ചെയ്യും? മോക്ക് ടെസ്റ്റുകൾ എഴുതി, റിയൽ എക്സാംസ് എഴുതി എക്സാം ക്രാക്ക് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ളതാണ് ഈ വർഷം നടക്കാൻ പോകുന്ന ബാങ്ക് പരീക്ഷകൾ. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ദിശ അക്കാഡമിയുടെ വലിയ ഒരു ടീം തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ കൊട്ടാരക്കരയിൽ നമുക്ക് ബ്രാഞ്ചുകളുണ്ട്, അതേപോലെ കോഴിക്കോട് ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ കൊല്ലം, തൃശ്ശൂർ മേഖലകളിൽ നമ്മുടെ ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബാച്ചുകളിലൂടെ നമ്മൾ ചെയ്യുന്ന ഫേസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനി അതുപോലെ ദിശയുടെ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടോ പഠിച്ചുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കൃത്യമായി ബാങ്ക് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു കറക്റ്റ് റോഡ് മാപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് സിലബസ് മനസ്സിലായി, പ്രിപ്പയർ ചെയ്യേണ്ട രീതികൾ മനസ്സിലായി, അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും ഒരു സിമ്പിൾ എക്സാം ആണെന്ന് പറയില്ല. ഇതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട്, ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് തന്നെയാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും തരാൻ ദിശ അക്കാഡമി ഉണ്ട്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി ഇനി മുതൽ നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാം, ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് തുടർന്നുള്ള ദിവസങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ വർഷത്തെ ബാങ്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം. ഓൾ ദി ബെസ്റ്റ്.